ഹായ് ഹലോ. അപ്പോൾ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുൻ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് വേണം മൂന്നാം ഭാഗം കാണാനേ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ ടിക്കറ്റൊക്കെ എടുത്ത് കയറി അതിൻ്റെ സുന്ദരമായ കല്ലൊക്കെ പാക്കിയിട്ടുള്ള നടവഴി ഒക്കെ കയറി വരുമ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ റിഫ്രഷ് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളും, ഐസ്ക്രീം, ചായ, ജ്യൂസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. 2-3 കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാം. പുഴയുടെ മുകൾ ഭാഗമായിട്ടുള്ള, അതായത് നമ്മുടെ വാട്ടർഫാൾസിൻ്റെ മുകൾ ഭാഗത്തുള്ള പുഴയുടെ ആ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മൾ നേരെ വാട്ടർഫാൾസിൻ്റെ മുകൾ വശത്തേക്കാണ് ചെല്ലുക. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുഴ അതിമനോഹരമായി ഒഴുകുന്നുണ്ട്. വളരെ ശോഷിച്ച അവസ്ഥയിലാണ്. വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വർഷക്കാലമൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ വളരെ കുറവാണ്. വർഷക്കാലത്താണെങ്കിൽ ഈ ഒരു പാറയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. നല്ല വെള്ളം ഉണ്ടാവും, നല്ല രീതിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് വാട്ടർഫാൾസ് കാണാനും അതിഗംഭീരമായിരിക്കും. കാരണം ഫുള്ള് ഒരു പാറ പോലും കാണാത്ത രീതിയിൽ എല്ലാ ഭാഗവും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടാവും. പല സന്ദർഭങ്ങളിലും പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരുപാട് സ്വദേശികളും വിദേശികളും ഒക്കെ നമ്മുടെ വീഡിയോയിൽ വന്നു പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ല തിരക്കായതുകൊണ്ട് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം നന്നായിട്ട് തിരക്കാണ്. ഏതൊരു ഭാഗത്ത് നമ്മൾ ക്യാമറ കൊണ്ടുപോയി വെച്ചാലും അവിടെയൊക്കെ ആളുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മുകൾ വശത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആ കാടിൻ്റെ ഒരു വന്യതയും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി പുഴയുടെ നടുഭാഗത്തേക്കൊക്കെ നമുക്ക് ഏകദേശം നടന്ന് പോകാം കേട്ടോ. പുഴയുടെ നടുഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. കാരണം പുഴയിൽ അങ്ങിങ്ങായി കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാത്ത സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ യാത്രകളിലൊക്കെ എൻജോയ്മെൻറ്റിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും ചെയ്യും. അതൊക്കെ ഡേഞ്ചറസ് ആവാം ചില സമയങ്ങളിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അവിടെ അങ്ങ് ദൂരെ കാണുന്ന ആ ഷെഡ് നമ്മുടെ ഒരു വാച്ച് ടവർ പോലെ, അവിടെ വാച്ചർമാരൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടും മേലോട്ടും അതേപോലെ പുഴയുടെ ആ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണാൻ കഴിയും. അവർ വിസിലും കാര്യങ്ങളൊക്കെ അടിച്ച് നമുക്ക് എന്താണെന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും. പിന്നെ പാറക്കെട്ടാണ്, തെന്നി വീഴാതെയും ഒക്കെ നോക്കണം, ശ്രദ്ധിക്കണം. സൗന്ദര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർഫാൾസ്. അതിൻ്റെ മുകൾ വശത്ത് നിന്നുള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മഴക്കാലമൊക്കെ ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഈ പാറക്കെട്ടൊന്നും കാണാൻ കഴിയില്ല. അതൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. വന്യമായ ഭീകരമായ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടാവും. ഞാൻ അവിടെ വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത്. അത് നല്ല രസകരമായ ഒരു അനുഭവമാണ്. മഴക്കാലത്ത് വരുന്നത്, മഴക്കാല യാത്രകളൊക്കെ വേറിട്ട അനുഭവം തന്നെ നമുക്ക് തരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി ഭാവിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു സമയത്താണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി പകുതിയോടുകൂടി ഒക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴക്കാലമൊക്കെ അവസാനിച്ചതിൻ്റെ ശേഷം ആയതുകൊണ്ട് ഉള്ളൊരു പോരായ്മകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാകും വെള്ളത്തിൻ്റെ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് ലഭിക്കും. അങ്ങനത്തെ ഒരു യാത്രയാണല്ലോ നമ്മൾ പോന്നിട്ടുള്ളത്. KSRTCയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപാട് പുതിയ സുഹൃത്തുക്കളും ഒരു ഫാമിലി പോലെ നമ്മൾ ഓരോ യാത്രകളിലും നമുക്ക് പുതിയ ഫാമിലിയെ കിട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരുപാട് പുതിയ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് KSRTCയിലെ ഉല്ലാസയാത്രയിൽ പങ്കെടുത്താൽ ഉണ്ടാവും. ഞാനിത് 2ാം തവണയാണ് KSRTCയുടെ ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം പോയിട്ടുള്ളത് നെല്ലിയാമ്പതിയിലേക്കായിരുന്നു. ഇത്തവണ ആതിരപ്പള്ളി മലക്കപ്പാറ വരെ ആണ് നമ്മൾ പോകുന്നത്. ഷോളയാർ ഡാം വരെ ഏകദേശം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യാത്രയിൽ നമ്മൾ ആതിരപ്പള്ളി ആണ് ആദ്യ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് KSRTC പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നാണ് ഞാൻ ഈ യാത്ര പോയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ആരെങ്കിലും ബന്ധപ്പെടണമെങ്കിൽ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുജീബ് സാറിനെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. ബഡ്ജറ്റ് ടൂറിസം സെൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതിനു വേണ്ടി നമുക്കവിടെ ഓരോ ഡിപ്പോയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും യാത്രകൾ പോകണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ യാത്ര ഒക്കെ എൻജോയ് ചെയ്ത് ആതിരപ്പള്ളി
വാട്ടർഫാൾസിൻ്റെ മുകൾ വശത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ടിറങ്ങി താഴെ നിന്നുള്ള അതിമനോഹരമായ വ്യൂവിന് വേണ്ടിയിട്ടാണ് അടുത്ത നീക്കം. അപ്പോൾ അത് കാണാൻ നിങ്ങൾ അടുത്ത പാർട്ട് കാണാൻ മറക്കരുത്. താങ്ക്